ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ചിനെ സംബന്ധിച്ച് എല്ലാം തീർന്ന മട്ടാണ്. എന്നിരുന്നാലും നമുക്ക് ഈ ഹൈറിച്ചിന്റെ കേസ് നമുക്കറിയാം, ഒരു ബഡ്സ് ആക്ട് പ്രകാരം നടപടിയെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടത് കോടതികളിൽ തന്നെയാണ്. അപ്പോൾ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട് 3 തൃശ്ശൂർ 3 ഇതിന്റെ കോമ്പിറ്റന്റ് കോർട്ട് എന്ന് പറയുന്നത്, ഡെസിഗ്നേറ്റഡ് കോർട്ട് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇതുവരേക്കും അറിവുണ്ടായിരുന്നില്ല. എന്താണ് അവിടെ നടക്കുന്നത്, കേസ് എടുത്തോ, കേസിന്റെ വാദങ്ങൾ തുടങ്ങിയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 23-ാം തീയതി തൃശ്ശൂർ ജില്ലാ കളക്ടറെ ഇവരുടെ അറ്റാച്ച് ചെയ്ത വസ്തുക്കൾക്ക് പെർമനന്റ് അറ്റാച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സത്യവാങ്മൂലം കൊടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. എന്നാൽ അതിൽ എന്ത് നടപടി ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൻ്റെ നടപടികളൊക്കെ കോടതിയിൽ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാദങ്ങൾ ദിവസം പ്രതി ഇവർ മാറ്റിവെക്കുന്ന പോലെ, ഇവർ മാറ്റിവെക്കുന്നത് 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നീട്ടി മാറ്റിവെക്കുന്ന പരിപാടിയാണ്. എന്നാൽ ഇത് തുടരെ 18-ാം തീയതി കൊടുക്കുന്നു, 19-ാം തീയതി അത് ഫയൽ രജിസ്ട്രേഷൻ ചെയ്യുന്നു, 20-ാം തീയതി വാദം തുടങ്ങുന്നു, 22-ാം തീയതി അടുത്ത ഹിയറിംഗ് നടക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം അറ്റാച്ച് ചെയ്തത് പെർമനന്റ് അറ്റാച്ച്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെ കേസ് 16-ാം തീയതിയാണ് ഫയൽ ചെയ്തത്. അത് 18-ാം തീയതി രജിസ്ട്രേഷൻ നടക്കുന്നു. അതിന്റെ 19-ാം തീയതി തന്നെ ഫസ്റ്റ് ഹിയറിംഗ് നടക്കുന്നു. അടുത്ത ഹിയറിംഗ് 19-ാം തീയതിയും 20-ാം തീയതിയും നമുക്ക് വെബ്സൈറ്റ് നോക്കിയാൽ മനസ്സിലാവും. 19-ാം തീയതിയും 20-ാം തീയതിയും ഇതിന്റെ ഹിയറിംഗ് നടക്കുന്നു. അടുത്ത ഹിയറിംഗ് 26-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്, അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു 2-3 ഹിയറിംഗോട് കൂടി ഏതാണ്ട് ഈ മാസം തന്നെ, ചിലപ്പോൾ ഈ മാസം ഉണ്ടാവും, അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി ജില്ലാ കലക്ടർക്ക് ആ സ്വത്തുവകകളൊക്കെ സ്വന്തമാവും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ ഇവരുടെ വക്കീലിൻ്റെ പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ ജഡ്ജിൻ്റെ മുമ്പിൽ ഇവർ തന്നെ കാര്യങ്ങൾ പറയായിരിക്കും. ഇവർക്ക് വേറെ ആരും ഉണ്ടാവില്ല, വക്കീൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ കാണുന്നത്. അപ്പോൾ 26-ാം തീയതിയാണ് അടുത്ത ഹിയറിംഗ്. അതുപോലെ തന്നെ മറ്റൊരു കേസ്, ഇതിൽ വന്നിരിക്കുന്ന കാലതാമസം നിയമപരമായി അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസും കൂടി കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ലിമിറ്റേഷൻ ഓഫ് ആക്ട് 1963 പ്രകാരമാണ്. 1963 ലിമിറ്റേഷൻ ആക്ട് അതിൻ്റെ സെക്ഷൻ 5 പ്രകാരം ഇതിലെന്തെങ്കിലും കാലതാമസം ഉണ്ടെങ്കിൽ അതൊക്കെ അനുവദിച്ച് തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ കോടതിക്ക് അതിൽ എന്താണോ കാലതാമസം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതും കൂടി അനുവദിക്കുന്നതാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ബഡ്സ് ആക്ട് പ്രകാരം പിടിച്ചെടുത്ത തുകകളൊക്കെ കലക്ടർക്ക് വിനിയോഗിക്കാനുള്ള ഓർഡർ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് പരാതി കൊടുത്തവർക്ക് പൈസ വീതിച്ചു കൊടുക്കുന്നതായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് 26-ാം തീയതി ഹിയറിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 26-ാം തീയതി ഇതിൻ്റെ ഹിയറിംഗുമായിട്ട് വരാം. ബൈ.